മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ മരണത്തിൽ അന്വേഷണ സംഘം വീട്ടുകാരുടെ മൊഴിയെടുത്തു. വയനാട് കോട്ടത്തറ തെക്കുംതറയിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. അതിനിടെ വിനീതിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധവുമായി കേരള പോലീസ് അസോസിയേഷൻ രംഗത്തെത്തി. മേലുദ്യോഗസ്ഥരുടെ മനുഷ്യത്വരഹിതവും ക്രൂരവുമായ ഇടപെടലുകളുടെ ഫലമാണ് ആത്മഹത്യ എന്നാണ് വിമർശനം. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ആദ്യം സമീർ ബിൻ കരീമിലേക്ക്. സമീർ, ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിലവിൽ സഹപ്രവർത്തകരുടെ മൊഴി അതിൻ്റെ വിവരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ട്, ഉദ്യോഗസ്ഥന് നേരത്തെ തന്നെ വ്യക്തിവൈരാഗ്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ സഹപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കുടുംബം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് സമയം? റിജിത്ത്, കേസ് അന്വേഷിക്കുന്ന കൊണ്ടോട്ടി ഡിവൈഎസ്പി പി സേതുവും സംഘവുമാണ് വയനാട് കോട്ടത്തറയിലുള്ള വിനീതിന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തിരിക്കുന്നത്. 8-9 മണിക്കൂറോളം നീണ്ട ഒരു മൊഴിയെടുപ്പാണ് നടന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. പ്രധാനമായും ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ കുടുംബം പറഞ്ഞിരിക്കുന്നത് ഈ AC അജിത്തിൽ നിന്നും കടുത്ത മാനസികമായ പീഡനം ഈ മരിച്ചിരിക്കുന്ന ആത്മഹത്യ ചെയ്ത വിനീത് നേരിട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഭാര്യയുടെ അസുഖവുമായി ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് അവധിക്ക് അപേക്ഷിച്ചപ്പോൾ അത് കൃത്യമായി നൽകിയില്ല എന്നുള്ളതും ഈ കുടുംബം ആവർത്തിച്ച് മൊഴി നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ AC അജിത്തിനെതിരെ ഉള്ള ഒരു മെസ്സേജിന് വിവരങ്ങളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായി തന്നെ കുടുംബവും സമാനമായ രീതിയിൽ മൊഴി നൽകി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും ഈ നേരത്തെ മാധ്യമങ്ങൾക്ക് മുൻപിൽ കുടുംബം ആരോപിച്ച ആരോപണങ്ങളെല്ലാം തന്നെ കുടുംബം അന്വേഷണ സംഘത്തിന് മുന്നിലും ആവർത്തിച്ചതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ സഹപ്രവർത്തകരുടെ മൊഴിയെടുത്തതിന് പിന്നാലെയാണ് ഈ കുടുംബത്തിനെ മൊഴി രേഖപ്പെടുത്താനായി അന്വേഷണ സംഘം വയനാട്ടിലേക്ക് പോവുകയും വളരെ വിശദമായ മൊഴിയെടുക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ വിനീത് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് 5 ദിവസത്തോളം ഈ വീട്ടിൽ അവധിയിലെത്തിയിരുന്നു. അങ്ങനെ ഈ 5 ദിവസം എന്തെങ്കിലും പ്രധാനമായും ഈ കുടുംബത്തോട് എന്തെങ്കിലും പറഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ? വിനീതിന്റെ ആത്മഹത്യയിൽ കുടുംബാംഗങ്ങളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ആത്മഹത്യയിൽ വലിയ പ്രതിഷേധമുയർത്തുന്നുണ്ട് ഇപ്പോൾ കേരള പോലീസ് അസോസിയേഷൻ. അതിന്റെ വിശദാംശങ്ങൾ ശ്രീകാന്ത് നമുക്ക് പങ്കുവയ്ക്കും. ശ്രീകാന്ത്, എന്താണ് ഈ അസോസിയേഷന്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട്? വലിയ പ്രതിഷേധം കേരള പോലീസ് അസോസിയേഷൻ ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയർത്തുകയാണ്. അതായത് മലപ്പുറത്ത് SOG ഹവിൽദാർ C വിനീതിന്റെ ആത്മഹത്യ ദാരുണവും വേദനിപ്പിക്കുന്നതുമാണെന്നാണ് കേരള പോലീസ് അസോസിയേഷൻ പറയുന്നത്. മേലുദ്യോഗസ്ഥരുടെ മനുഷ്യത്വരഹിതവും ക്രൂരവുമായ ഇടപെടലുകളുടെ ഫലമാണ് ആത്മഹത്യ എന്ന വിമർശനമുണ്ട്. പരിശീലനത്തിന്റെ പേരിൽ വ്യക്തി കേന്ദ്രീകൃത പീഡനം SOG വിഭാഗത്തിൽ നടക്കുന്നു എന്നാണ് ആരോപണം. വ്യക്തി കേന്ദ്രീകൃത പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സർക്കാരും ഡിപ്പാർട്ട്മെന്റും പരിശോധിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. അതായത് ഈ മേലുദ്യോഗസ്ഥ പീഡനത്തിൽ ഈ സേനയ്ക്കുള്ളിൽ വലിയ അതൃപ്തി, ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.